ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കിഡ്സ് ബെഡ്റൂം ക്ലീനിങ്ങിൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കുറേയധികം ബുക്സ് ക്ലീനിങ്ങും ഞാൻ വായിച്ചിരുന്ന ബുക്സൊക്കെയാണ് കൂടുതലും കാണിച്ചത്. അപ്പോൾ അതിനുശേഷം ബാക്കി റൂമിൻ്റെ ബാക്കി ഏരിയാസ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കേർട്ടൻസൊക്കെ എടുത്ത് മാറ്റി. കുറച്ച് നാളായിട്ടോ കർട്ടനൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ അതെടുത്തിട്ട് അത് മാറ്റി ഇനി എല്ലാം നല്ലപോലെ വാഷിംഗ് മെഷീനിലിട്ട് തന്നെയാണ് കഴുകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും കേർട്ടൻ ഉണ്ട്, അതൊക്കെ എടുത്തൊന്ന് മാറ്റുകയാണ്. നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് കേട്ടോ കേർട്ടനിലൊക്കെ. അതുപോലെ അടുത്ത സൈഡിലുള്ള കർട്ടനും കൂടി ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ കർട്ടനൊക്കെ എടുക്കാനും കഴുകാനും ഒക്കെ ചെയ്യുന്നത് ശരിക്കൊരു മടിപ്പണിയാണ് കേട്ടോ. പിന്നെ എന്തായാലും നമ്മൾ ബെഡ്റൂം ഫുൾ ക്ലീൻ ചെയ്യുമ്പോൾ കേർട്ടൻസ് മാറ്റി കഴുകിയില്ലെങ്കിൽ എന്തായാലും ശരിയാവില്ല. അതിലൊക്കെ നല്ലപോലെ പൊടി വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിൽ നമുക്ക് നല്ല പൊടിയാണല്ലോ വീട്ടിലൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ കേർട്ടൻസ് മാറ്റിയില്ലേ, ഇനി ജനലുകളൊക്കെ തന്നെ ഒന്ന് പൊടി നന്നായിട്ട് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ തുണിയിൽ കുറച്ച് ഒന്ന് നനച്ചിട്ടാണ് തുടച്ചെടുക്കുന്നത്. അപ്പോൾ പൊടി നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ഇതിന് വേണ്ടിയിട്ട് പഴയ കോട്ടൺ ഡ്രസ്സ് നമ്മളിങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്ലീനിങ് ഒക്കെ വരുമ്പോൾ അതിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നല്ല പോലെ തുടച്ചതിന് ശേഷം, അപ്പോൾ തുണിയിൽ നല്ല അഴുക്കുണ്ടാവും, പിന്നെ നമ്മളത് കളയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടവൽസ് ഒന്നും ഇതിന് വേണ്ടി യൂസ് ചെയ്താൽ പിന്നെ അത് കഴുകിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കോട്ടൺ തുണികൾ വെച്ചിട്ടാണ് ഇങ്ങനെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത്. തൊട്ടിപ്പുറത്തെ സൈഡിൽ ബാൽക്കണിയിലോട്ടുള്ള വലിയ ഡോഴ്സാണ്, ഗ്ലാസ് ഡോഴ്സാണ് സ്ലൈഡിങ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നിറയെ പൊടിയായിരിക്കും കേട്ടോ. നല്ലൊരു പണിയാണ് അത് ക്ലീൻ ചെയ്യാന്നുള്ളത്. ഞാൻ എപ്പോഴും ഒന്നും ക്ലീൻ ചെയ്യാറില്ല. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ റെഗുലറായിട്ട് ക്ലീൻ ചെയ്താലാണ് ഈ ഗ്ലാസ് ഡോഴ്സൊക്കെ നല്ല ഭംഗിയിൽ എടുക്കുകയുള്ളൂ. പക്ഷെ ഞാൻ റെഗുലറായിട്ട് ചെയ്യാറില്ല കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ഡോസിനൊക്കെ മോസ്ക്യൂട്ടോ നെറ്റ് വെച്ചിട്ടുണ്ട്, കൊതുക് വരാതിരിക്കാനുള്ള ആ നെറ്റില്ലേ. അപ്പം അത് നിറയെ ഭയങ്കര പൊടിയായിരിക്കും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ആ തുണി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതുമാതിരി പൊടിയായിരിക്കും. ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് പോയാലും ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അത്രയും തന്നെ പൊടിയുണ്ടാവും കേട്ടോ. പിന്നെ അത് ആ സ്ലൈഡിങ് ഡോസിൻ്റെ ഗ്രൂവ്സിലൊക്കെ പൊടിയുമുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തിട്ട പൊടി അതിൽ വീണെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഇതൊരു വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ ശരിക്കും വാക്യൂം ക്ലീനറും പിന്നെ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതൊക്കെയാണ് നല്ലത്. അപ്പം എനിക്കതിന് കറക്റ്റായിട്ടുള്ള ബ്രഷുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തുണിയൊക്കെ വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ വാങ്ങിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ക്ലീനിങ് ടൂൾസ് ഉണ്ടെങ്കിൽ ക്ലീനിങ് ശരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും, നമുക്ക് ചെയ്യാനും കുറേയും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഈ കേർട്ടൻ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കേട്ടോ വാഷ് ചെയ്യുന്നത്. അപ്പോൾ കേർട്ടൻ റോഡ് ഇടുന്ന ആ കൊളുത്തുകളില്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു വള്ളി കയറ്റിയിട്ട് കെട്ടി ഇട്ടിട്ടാണ് വാഷിംഗ് മെഷീനിൽ ഇടുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ വള്ളികളൊക്കെ അതിലെ മെറ്റൽ സംഭവമില്ലേ, അതെല്ലാം തന്നെ ഊരിപ്പോന്ന് പിന്നെ അത് വാഷിംഗ് മെഷീനിൽ കിടന്നടിച്ച് അങ്ങനെ കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിന് ചെയ്യുന്നതാണ് ഈ ഹോൾസിൽ കൂടെ നമ്മളൊരു വള്ളി, എന്തെങ്കിലും തരത്തിലുള്ള വള്ളി കയറ്റി സംഭവം മൊത്തം ഒന്ന് കെട്ടിട്ടിട്ട് വേണം വാഷിംഗ് മെഷീനിൽ അലക്കാൻ വേണ്ടി. കണ്ടില്ലേ, എൻ്റെ കയ്യിലുള്ളൊരു ഏതൊക്കെയോ വള്ളി വെച്ചിട്ട് ഞാൻ എല്ലാ കേർട്ടൻസും ഇങ്ങനെ കെട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വാഷിംഗ് മെഷീനിൽ അലക്കിയെടുത്താൽ മതി. ഞാൻ ഡെറ്റോളിൻ്റെ ഒരു ലോണ്ട്രി സാനിറ്റൈസർ എന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാനിറ്റൈസറിൻ്റെ കാലമാണല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും അത് വാങ്ങിയ സ്ഥിതിക്ക് അതും കൂടി ആഡ് ചെയ്തിട്ടാണ് അലക്കുന്നത്.
ഇനി അടുത്ത ജോലി മാറാല എടുക്കലാണ്. ശരിക്കും പറഞ്ഞാൽ ഈ മാറാല ആദ്യമേ എടുക്കേണ്ടതായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ കർട്ടൻസ് വെച്ചാണ് കേട്ടോ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. അടുത്തതായിട്ട് നമുക്ക് റൂമിലുള്ള എല്ലാ മാറാലയും കുറച്ചായി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ മാറാല ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ജോലി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒതുക്കി ഇടാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഡീപ്പ് ക്ലീനിങ് അല്ലേ, അപ്പം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഏറ്റവും അറ്റത്തൊരു കബോർഡ് ഉണ്ട്. അപ്പം അതിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അതിൽ സാധനങ്ങളൊക്കെ ഒന്ന് മാർക്കെടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് പെട്ടെന്നൊരു ക്ലീനിങ് ആണ് കേട്ടോ. നല്ലപോലെ ആ കബോർഡ് ഡീപ്പായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യുന്നില്ല. അതിൻ്റെ പുറമേയൊക്കെയുള്ള പൊടിയൊക്കെ മാറ്റി സാധനങ്ങൾ ഒന്ന് ഒതുക്കി വെക്കുന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ യൂഷ്വലി എന്തെങ്കിലും വീഡിയോസ് പ്ലേ ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് പാട്ടൊക്കെ കേട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും യൂട്യൂബ് വീഡിയോസ് ഇല്ലേ, ചിലപ്പോൾ മിക്കവാറും എന്തെങ്കിലും ക്ലീനിങ് വീഡിയോസ് വെക്കലുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ചാനൽസിലെ വീഡിയോസ് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് വെക്കും. അതിൽ ഇതുപോലെ എന്തെങ്കിലും കുറച്ച് ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ക്ലീനിങ് മോട്ടിവേഷനോ ആണെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു ഉഷാറുണ്ടാവും കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റഡി ടേബിൾ ശരിക്കും ഒരു മെസ്റ്റപ്പായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും എല്ലാം ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് സ്റ്റഡി ടേബിളും ഒന്ന് നല്ലപോലെ തുടച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്ന് കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ എന്ന് തോന്നുമെങ്കിലും ജസ്റ്റ് ഇതൊന്ന് കഴിയുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അന്ന് മാത്രമല്ല കുറച്ച് ദിവസത്തിന് നമുക്കൊരു സമാധാനമാണ്. ഇങ്ങനെ സ്റ്റഡി ടേബിളും അത്യാവശ്യം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബെഡിൻ്റെ സൈഡിലായിട്ട് കുറേ ബുക്സ് ഇങ്ങനെ 2 ഷെൽഫൊക്കെ ആയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. അത്ര ഭംഗിയിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്, എങ്കിലും ഞാൻ ഭംഗി നോക്കുന്നില്ല. അവർക്ക് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ബുക്ക് കിട്ടണം, എന്നാൽ മാത്രമാണ് ചിലപ്പം അവർ വായിക്കത്തുള്ളൂ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നല്ലപോലെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് എടുത്ത് വായിക്കാനുള്ള ചാൻസ് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ബുക്ക് ഷെൽഫ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ ഡിസ്പ്ലേഡ് ആയിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ബുക്സ് വായിക്കാൻ അത് നല്ലതായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ബുക്ക് ഷെൽഫ് കറക്റ്റായിട്ടുള്ളത് വാങ്ങിയിട്ടില്ല. അപ്പം തൽക്കാലം ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പം ഈ ഒരു 2 സെക്ഷൻ എപ്പോഴും മെസ്സായിട്ട് മാറുന്നതാണ്. അപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക, അതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇനിയിപ്പോൾ ഡ്രസ്സിങ് ടേബിൾ പോലൊരു ഏരിയ ഉണ്ട്, അവിടുത്തെ മിറർ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ. അതിങ്ങനെ നനഞ്ഞു കഴിയുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് മാറും. ഒരു പ്രത്യേകതരം മൈക്രോ ഫൈബർ തുണിയാണ്. അതുപോലെ ഉണങ്ങി കഴിയുമ്പോൾ അതങ്ങ് സ്റ്റിഫായി മാറും. പക്ഷെ നല്ല അബ്സോർബിങ് കപ്പാസിറ്റി ഉള്ള ഒരു ക്ലോത്താണ് കേട്ടോ. ഇത് കൂടുതലും നമ്മുടെ ഇലക്ട്രോണിക് അപ്ലയൻസസ് ഇല്ലേ, TVയുടെയൊക്കെ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ, അതുപോലെ ഇങ്ങനെയുള്ള മിറേഴ്സ്, പിന്നെ ഫ്രിഡ്ജ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷുള്ള ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ, ഇതിനൊക്കെ ഉള്ള പേർപ്പസിനുള്ള ഒരു തുണിയാണ് കേട്ടോ. ഇനി സ്റ്റഡി ടേബിളിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ 2 സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും അതിനകത്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ ബുക്സ് ഞാൻ വിചാരിച്ചു ഈ കഴിഞ്ഞ പാർട്ടിൽ ക്ലീൻ ചെയ്ത ആ ബുക്സ് ഇല്ലേ, അതെല്ലാം ഇവിടെ ഒതുങ്ങിയിരുന്നോളുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കാർഡ്ബോർഡ് ബോക്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ബുക്സ് കൊണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് കുട്ടികളുടെ അവർ യൂസ് ചെയ്യുന്ന നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും വെക്കാനുള്ളൊരു സ്ഥലമാണത്. പക്ഷേ മോന് എന്തായാലും അത് അവൻ കാണുന്ന നേരെ തന്നെ ഇരുന്നാലാണ് അത് ശരിയാവുള്ളൂ. ഇതിന് കബോർഡിനകത്തോട്ട് എടുത്ത് വെച്ചാലൊന്നും ശരിയാവില്ല. അപ്പോൾ ഈ ഒരു സ്പേസ് ഫ്രീ ആയിട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും അത് ഇങ്ങനെ യൂസ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തു.
അടുത്തത് നമ്മുടെ കട്ടിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നല്ലപോലെ പൊടി ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഈ വോളിലോട്ട് നമ്മൾ അടുപ്പിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ബേസിസിലൊന്നും ആ ഒരു സൈഡിൽ നമ്മൾ ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ പൊടി പിടിക്കും. അപ്പം അത് പ്രത്യേകിച്ച് നമ്മുടെ കട്ടിലിൽ ഇങ്ങനെ ചെറിയ ഒരു കൊത്തുപണി പോലെയുള്ള കട്ടിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ ശരിക്കും പൊടി ഉണ്ടാവും. അപ്പം അത് ഇപ്പം ശരിക്കും ഭയങ്കരമായി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. പറ്റുന്ന പോലെ പെട്ടെന്നൊന്ന് പൊടികളൊക്കെ ഒന്ന് എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് നനച്ച് നല്ലപോലെ തുടയ്ക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ലേറ്റായി. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ചെയ്ത് വൈൻഡപ്പ് ആക്കുകയാണ്. വേഗം തന്നെ റൂമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുക. അതുപോലെ പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചിടുക. ബെഡ്ഷീറ്റ്സും ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഇനി ഉള്ള ബാക്കി പെൻഡിങ് ടാസ്കുകൾ അത്രയാണ്. പിന്നെ ബെഡ്ഷീറ്റും കൂടി നല്ലപോലെ വിരിച്ചിട്ടാൽ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം സാറ്റിസ്ഫാക്ടറി ആയിട്ട് തന്നെ ക്ലീനിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മിസ്സിങ് വന്നിരിക്കുന്നത് ലൈറ്റ്സ്, സ്വിച്ച് ബോർഡ്സ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസൊക്കെയാണ്. അത് എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടില്ല. അതിനിപ്പോൾ പയ്യെ പെൻഡിങ് ആയിട്ട്. അതുപോലെ കബോർഡ്സിൻ്റെ ഉള്ളിലും കറക്റ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് ആയിരിക്കും. എന്നിട്ട് കമൻറ്റ്സ് ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.